നവകേരള സർവേയുടെ ലക്ഷ്യം തുടർഭരണം ഉറപ്പിക്കലെന്ന് മുഖ്യമന്ത്രി. സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനത്തിലാണ് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത്. എന്തുകൊണ്ട് തുടർഭരണം വേണം എന്ന് സർവേയുമായി എത്തുന്നവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ കേൾക്കാം. എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്, അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിലെ അനുഭവം അതാണ്. 2021 തുടർഭരണത്തിന്റെ ഭാഗമായി നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 2031 ആകുമ്പോഴേക്ക് കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലേക്ക് എത്തുകയാണ്. നല്ല രീതിയിലേക്ക് നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയണം. നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. നവകേരള സർവേയിൽ സർക്കാരിന്റെയും CPIM-ന്റെയും കള്ളങ്ങൾ മറനീക്കി പുറത്തുവന്നു എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സർവേയിൽ രാഷ്ട്രീയമുണ്ടെന്ന് പുറത്തുവന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖയിൽ പറയുന്നു. ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആ പ്രതികരണം കൂടി. സർക്കാരിൻ്റെയും CPM പാർട്ടിയുടെയും കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് ജനങ്ങളുടെ മുൻപിൽ മറനീക്കി വ്യക്തമാക്കപ്പെടുകയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ തന്നെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട്, തുടർ ഭരണമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഈ അസത്യ പ്രഖ്യാപനത്തിന് ഗവൺമെൻറ് ഉത്തരവാദിയാണ്, അതിന് മറുപടി പറയണം. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇത് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ സർവേ എന്നുള്ള ആ വാദം, അത് തുടർഭരണം അതിലൊരു ലക്ഷ്യമേ അല്ല എന്ന് പറയുമ്പോഴാണ് ആ വാദം പൊളിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന്റെ ശബ്ദരേഖ നമ്മൾ പുറത്തുവിടുന്നത്. തുടർഭരണം എന്ന് പലകുറി മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. അനുജ, 20 കോടി ചെലവിൽ ഈ നവകേരള സർവേയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. പ്രതിപക്ഷം അടക്കം ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സർവേ നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഉയർത്തിയത്. പക്ഷേ ഹൈക്കോടതിയിൽ ഈ അലോഷ്യസ് സേവ്യർ KSUവിന്റെ നേതാവ് അടക്കമുള്ള അവർ ഹർജി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഹർജിയിൽ സത്യവാങ്മൂലം നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ ആവർത്തിച്ചത് ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന ഒരു ശബ്ദരേഖയാണ് മുഖ്യമന്ത്രിയുടേതായി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അതായത് 2025 ഒക്ടോബർ മാസത്തിൽ ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം അംഗങ്ങൾക്കുള്ള ഒരു ശില്പശാല തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ഈ ശില്പശാലയിലാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുന്നത്. തുടർ ഭരണത്തിന് വേണ്ടിയാണ് ഈ ഒരു സർവേ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത് ഈ ശബ്ദരേഖയിൽ നിന്ന് വ്യക്തവുമാണ് എന്നുള്ളത് നമുക്ക് അതിൽ കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതായത് വോളണ്ടിയർമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത് കേൾക്കണം, കൃത്യമായി തന്നെ സർക്കാരിന്റെ വികസന കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കണം, പറയുവാൻ വേണ്ടി തയ്യാറാകണം. അത് ഏത് രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ശബ്ദശകലത്തിൽ നിന്ന് വ്യക്തവുമാണ്. എന്തായാലും നിലവിൽ ഹൈക്കോടതി ഇടപെട്ട് ഈ നവകേരള സർവേ റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പക്ഷേ അതിന്മേൽ ഒരു അപ്പീൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ വലിയ വിമർശനം അതിലും ഉയരുന്നുണ്ട്. കാരണം വലിയ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം 20 കോടിയാണ് ഇതിനു വേണ്ടി ചെലവാക്കുവാൻ വേണ്ടി മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിച്ചത്. നിലവിൽ ഈ അപ്പീൽ പോകുമ്പോൾ ആ അപ്പീൽ തള്ളുന്ന ഒരു സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് വലിയ തിരിച്ചടി ഉണ്ടാകും, പ്രതിപക്ഷത്തിന് അത് കരുത്തേകുമെന്നുള്ള ഒരു വിമർശനം എന്തായാലും ഈ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വരുന്നതും പ്രതിപക്ഷത്തിന് കരുത്തേകുന്ന ഒരു ഘടകം തന്നെയാണ്. മറ്റൊന്ന് റിനു, ഇതിൽ ഇന്നലെ കോടതി വിമർശിച്ചതാണ് MV ഗോവിന്ദൻ, അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ നടപടി, അതെങ്ങനെയാണ് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് ഇതിനെക്കുറിച്ച് മുൻകൂർ അറിവുണ്ടായത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി വന്നപ്പോൾ ഇതൊരു കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് എന്നത് കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണോ? പ്രതിപക്ഷത്തിന് അവരുടെ വാദത്തിന് ബലം പകരുന്നതല്ലേ പുറത്തുവരുന്ന ശബ്ദരേഖയും?
തീർച്ചയായും പറഞ്ഞ കാരണം ഹൈക്കോടതി ഈ ഹർജി തള്ളിയതോടുകൂടി തന്നെ ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്, പ്രതിപക്ഷം പറയുന്നത്. നേരത്തെ തന്നെ ഇത് അവർ ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി കത്തുകളിലൂടെ നേതാക്കളെ ഇക്കാര്യം അറിയിച്ചു എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചത്. ഒപ്പം 20 കോടി ഇതിനു വേണ്ടി എന്തിന് ചിലവാക്കുന്നു, ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഒപ്പം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ CPM-ന്റെ വികസന നേട്ടങ്ങൾ പറയുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ഈ പണം ചിലവാക്കുവാൻ വേണ്ടി കഴിയില്ല എന്നതുൾപ്പെടെ ഹൈക്കോടതി ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതിന്റെ നിയമവശം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഉത്തരവ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമോപദേശം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പീൽ പോകണമോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക സംസ്ഥാന സർക്കാർ. അപ്പീൽ പോകണം എന്നുള്ളതാണ് ഒരു വിഭാഗം CPM-ൽ നിന്നുൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ വേണ്ട എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ വേണ്ട എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. ഇപ്പോൾ വലിയ തിരിച്ചടിയുണ്ടായി, അത് പ്രതിപക്ഷത്തിന് വലിയ രീതിയിലുള്ള കരുത്തേകി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് അപ്പീൽ തള്ളുന്ന ഒരു സാഹചര്യം കൂടി വന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ കരുത്തേകും, വീണ്ടും കരുത്തേകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് അപ്പീൽ പോകേണ്ടുന്ന സാഹചര്യമില്ല എന്നൊരു വിഭാഗം പറയുന്നു. എന്തായാലും തുടർഭരണം ആവർത്തിക്കുന്ന ഒരു ശബ്ദ സംഭാഷണമാണ്, അല്ലെങ്കിൽ തുടർഭരണത്തിന് വേണ്ടിയാണ് ഈ സർവേ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന ഒരു ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അനുജ, എന്തുകൊണ്ട് തുടർഭരണം വേണമെന്ന് സർവേയുമായി എത്തുന്നവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി സംസാരിച്ചു. അതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി തുറന്നു പറയുകയായിരുന്നു. ഈ സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ശില്പശാലയായിരുന്നു. ആ ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. അതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ശബ്ദരേഖ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കോടതിയിലും അതിരൂക്ഷ വിമർശനത്തിന് സർക്കാർ വിധേയമായതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.